എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തട്ടുകടകളിൽ നിന്ന് നമ്മൾ വാങ്ങിക്കഴിക്കുന്ന ക്രിസ്പി ആയിട്ടുള്ള കൂന്തൽ ഫ്രൈ ആണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്, അതുപോലെ ഉണ്ടാക്കിയെടുക്കാനും എളുപ്പവുമാണ്. ഈ ഒരു കൂന്തൽ ഫ്രൈ തയ്യാറാക്കിയെടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ അളവിലാണ് കൂന്തൽ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ളത്. കൂന്തൽ ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഇതുപോലെ വട്ടത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിനായിട്ട് 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1/2 സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ അളവിൽ തന്നെ ഗാർലിക് പൗഡറും, ഗാർലിക് പൗഡറിന് പകരമായിട്ട് വെളുത്തുള്ളിയും ചതച്ച് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ 1/2 സ്പൂൺ ഗരം മസാല പൊടിയും 1 സ്പൂൺ അളവിൽ അരിപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം. ഒരു ചെറുനാരങ്ങയുടെ നീര്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരക പൊടിയും കൂടി ചേർത്ത് നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. മസാല മുഴുവനും കൂന്തലിലേക്ക് പിടിപ്പിച്ച് കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ 1/2 മണിക്കൂർ നേരത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ മൂടി വെച്ച് കൊടുക്കാം. 1/2 മണിക്കൂറിന് ശേഷം മസാല പുരട്ടി വെച്ചിട്ടുള്ള കൂന്തൽ ഒരു ഫ്രൈയിങ് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഓരോന്നും എണ്ണയിലേക്ക് പെറുക്കിയിട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നിലൊന്നും മുട്ടാതെ വേണം ഇട്ട് കൊടുക്കാനായിട്ടും. ഒരു ഭാഗം മുരിഞ്ഞു വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൂടെ കൊടുക്കണം. കൂന്തൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടിത്തെറിച്ച് വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മൂടി വെച്ച് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും. അങ്ങനെ 2 ഭാഗവും മുരിഞ്ഞു വന്നു. ഞാൻ ഇതുപോലെ ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള നല്ല ക്രിസ്പി കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, കണ്ണിന് കാണാൻ മനോഹരമായിട്ടുള്ളത് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. എല്ലാവരും വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജിൽ നിന്ന് ഫോളോ ചെയ്താൽ നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കല്ലേ.